വെക്കേഷനൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നിഷു ഓൾ ആൻറ്റിൻ്റെ വീട്ടിലേക്ക് പോയിക്കാണ് കേട്ടോ. പോയിട്ട് ഏകദേശം 4-5 ദിവസമായിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഓളെ കൊണ്ടുവരാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓളെ കൊണ്ടുവരാൻ പോയ സമയത്തും നമ്മൾ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം ആ വ്ളോഗിനകത്ത് ഒരു 2-3-4 കമൻ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഹോം ടൂർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഇത്തവണ ഉറപ്പിച്ചിട്ട് ഞാൻ പോയതേനു കേട്ടോ. എന്തായാലും ഹോം ടൂർ ചെയ്യണമെന്ന്. അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് കയറാൻ നല്ലൊരു പ്രോപ്പറായിട്ടുള്ള വഴിയില്ല കേട്ടോ. അതൊക്കെ ഇനി റെഡി ആക്കിയിട്ട് വേണം. കുട്ടികളാണെങ്കിൽ ഐബുട്ടനെ കണ്ട പൊലിവാണ്. എക്സ്പെഷ്യലി നിഷും ഐബുട്ടനും തമ്മിൽ ഇപ്പോൾ 4-5 ദിവസമായല്ലോ കാണാണ്ടായിട്ട്. അപ്പം അതിൻ്റെ ആ ഒരു സ്നേഹപ്രകടനമാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹോം ടൂറിലോട്ട് അങ്ങോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കണില്ല, എന്നാൽ കുറച്ചൊക്കെ എന്നെ കൊണ്ട് കഴിയണ പോലെയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടേനു. അപ്പോൾ ഇതാണ് അവരുടെ വീടിൻ്റെ മുൻവശം വരുന്നത്. കുറേ തെങ്ങും പട്ടയും ഓലയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കറക്റ്റായിട്ട് അങ്ങോട്ട് വീടിനെ കാണാൻ പറ്റണില്ല കേട്ടോ. മുന്നിൽ ഓല് കൂടിയിരുന്നിട്ട് ഏകദേശം 5 വർഷമൊക്കെ ആയിട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇത് നല്ല സുന്ദരി കുട്ടപ്പനായിട്ടുള്ള വീടേനു. പിന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിൽ കാണും കേട്ടോ. നിങ്ങൾക്കറിയാലോ ഒരു വീടിൻ്റെ അവസ്ഥ എന്തേക്കാരം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഉള്ളത് എന്ന്. എന്നാലും എൻ്റെ നാത്തൂന് ഇത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ കൊണ്ടെടുക്കുന്നുണ്ട്. കാരണം ആ കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഈ ഒരു വലിയ വീട് കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ മുൻഭാഗത്തെ മുറ്റം അത്യാവശ്യത്തിലധികം വലുപ്പം വരുന്നുണ്ട്. 2 സൈഡിലും അത്രയ്ക്കില്ല, പക്ഷേ മുന്നിലാണ് നല്ലോണം സ്ഥലമൊക്കെ ഉള്ളത്. ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒക്കെ കറക്റ്റായിട്ട് എനിക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റണില്ല കേട്ടോ. ഒന്നാമത് നമ്മൾ ട്രൈപോഡ് എടുത്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ തെങ്ങും പട്ടയും മോലയും ഒക്കെ കാരണം ശരിക്കും അങ്ങോട്ട് കാണുന്നില്ല വീട് കേട്ടോ. അതും വേണമല്ലോ പറയാൻ. എനിവേ നമുക്കിനി വീടിൻ്റെ അകത്തോട്ട് കയറാം അല്ലേ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് സിറ്റ് ഔട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ട് ഒരു ബെഞ്ചും ഇട്ടിട്ടുണ്ട്. സിറ്റ് ഔട്ടിലും തന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് സിറ്റ് ഔട്ടാണ് എന്നുള്ളത്. ഇനി ഇതാ അകത്തത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് അവരുടെ ലിവിങ് റൂം കേട്ടോ. അതായത് കയറി വരുന്നത് തന്നെ ഇതാ നല്ല സോഫയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ടീപ്പോയും അവിടെ ഉണ്ട് കേട്ടോ. അത് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ ട്രോഫിയും കാര്യങ്ങളും അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഫ്ലവർ വേസൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നും ഓവർ ആക്കിയിട്ടില്ല, ഉള്ളതൊക്കെ നല്ല ഭംഗിക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് ഹാളിലോട്ട് പോകാം. ലിവിങ് റൂമിൻ്റെയും ഹാളിൻ്റെയും നടുക്ക് ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുത്തതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ കുറച്ച് സ്പേസ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുള്ളൂ കേട്ടോ. സംഭവം ആ ഒരു പാർട്ടീഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് വലിയ ഹോളായിട്ട് ഈ കാര്യം കിടക്കുക. ഇതിപ്പോൾ രണ്ടും രണ്ടാക്കിയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഷോ വാളും കൂടെ ഉണ്ട് കേട്ടോ. ഹാളിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് കിച്ചണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ റൂമും അതേപോലെ തന്നെ സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ താഴെ 2 ബെഡ്റൂമും മുകളിലും 2 ബെഡ്റൂമാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇത് വന്നിട്ട് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. കൊള്ളാം അല്ലേ. അത്യാവശ്യം നല്ല ലെങ്ത്തും വെഡ്ത്തും സ്പേസും ഒക്കെ ഉള്ള റൂം തന്നെയാണ്. റൂം അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. പിന്നെ അവിടെയും കുറച്ച് സ്പേസ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ ഇതവിടെ നമ്മുടെ നിച്ചുവിൻ്റെ സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്യൂട്ടല്ലേ. ഞാൻ വീഡിയോ എടുക്കും പറഞ്ഞതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് മേക്ക് ഓവറൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ അല്ലെങ്കിലും നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ഇവർ കുറച്ച് മുന്നിൽ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഏകദേശം 5 വർഷം പഴക്കം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു 5 ഇയറായി ഇവിടെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറവുകൾ മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. അപ്പോൾ ദാ ഇവിടെ കോമൺ ആയിട്ടൊരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഈ റൂമിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടില്ല. അങ്ങനെ കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ലൈക്ക് ഒരു കുഞ്ഞ് ബെഡ്റൂമാണ് കേട്ടോ. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാർ തന്നെയാണ്. കുറഞ്ഞ സ്പേസ് ഉള്ളൂ എന്നുണ്ടെങ്കിലും ഉള്ളതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. പിന്നെ ഡ്രസ്സിങ് ടേബിളും വാർഡ്രോബും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് മൊത്തത്തിൽ ഉള്ളതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇവിടെ താഴ്ത്തതൊക്കെ ഏകദേശം ഞാൻ കാണിച്ചിട്ടുണ്ട്. കിച്ചണിലോട്ട് ഇപ്പം എനിക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞേക്കണം കേട്ടോ. സോ നമുക്ക് നേരെ മുകളിലെ ആ ഒരു ഭാഗത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ കാണാം. കിച്ചൺ ഞാൻ ലാസ്റ്റാണ് കാണിക്കുന്നത്. അവിടെ എൻ്റെ നാത്തൂന് കാര്യമായിട്ട് എന്തൊക്കെയോ പരിപാടികൾ ാണ്, അതുകൊണ്ടാണ് അത് ലാസ്റ്റിക്ക് മാറ്റി വെച്ചത്. സോ നമുക്ക് ഇവിടെയും കൂടെ കാണാം. ഇവിടെ മൊത്തം 2 ബെഡ്റൂമാണ് വരുന്നത്. കോമൺ ആയിട്ട് ബാത്റൂമും പിന്നെ ഒരു കുഞ്ഞു ഹാളും. കുഞ്ഞു ഹാളല്ല, അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത സ്പേസൊക്കെ ഉണ്ട് ഹാളിൽ. പിന്നെ ഇതാണ് ഫസ്റ്റ് വൺ ഒരു ബെഡ്റൂം വരുന്നത് കേട്ടോ. ഇത് ഈ മുകളിലത്തെ ഭാഗം
ഒട്ടും യൂസ് ആക്കാത്തൊരു സ്ഥലമാണ്. അപ്പോൾ കാര്യമായിട്ട് അങ്ങനെ വല്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഇത് യൂസ് ആക്കലുള്ളൂ. സോ നമ്മുടെ കുട്ടികളുടെ ഒരു ടെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇതൊട്ടും യൂസ് ആക്കലില്ല എന്നുള്ളത്. അപ്പോൾ വാർഡ്രോബിന് ഡോറോ കാര്യങ്ങളോ ഒന്നും തന്നെ വെച്ചിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ കർട്ടൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത്ര തന്നെ ആ റൂമിൽ വരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഡോർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ അങ്ങനെ യൂസാക്കാത്ത സാധനങ്ങളാണ് ഉള്ളത്. അതായത് പഴയ കട്ടിലുണ്ട്, പിന്നെ കുറേ വിറക് കാര്യങ്ങൾ, ഓലക്കൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കണം. പിന്നെ യൂസ് ആക്കണത് എന്താണെന്ന് ചോദിച്ചാൽ വാഷിംഗ് മെഷീൻ ഉണ്ട് അവിടെ. അലക്കി ഡ്രസ്സൊക്കെ തോരിടണമെങ്കിൽ അവിടെ തന്നെ സെറ്റ് ചെയ്തിടാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടെ കാണിക്കണില്ല. ഇതൊക്കെ തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. ബട്ട് ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ തന്നെ കാണാം. ആകെ മൊത്തം റബ്ബറും തോട്ടം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. നല്ല രസമല്ലേ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ഇതിപ്പം കാണുന്നത് ഓല ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ കുളിമുറിയായിട്ടും ടോയ്ലറ്റ് ആയിട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പുറത്ത് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തൽക്കാലം അവിടെ നിന്ന് അങ്ങോട്ട് പോരാം, ബാക്കിയുള്ളതൊക്കെ നോക്കാം. ഹാളിലിതാ ഒരു സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ്, ഹാളിൽ തന്നെയാണ് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. 2 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം കൊടുത്തത്. ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ അത് നല്ല വൈബാണ് കേട്ടോ. നിങ്ങൾക്ക് തോന്നിയോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മൊത്തം 2 ബെഡ്റൂമാണ് ഉള്ളത് എന്നുള്ളത്. സോ മറ്റേ റൂം ഒട്ടും യൂസ് ആക്കലില്ല എന്നുണ്ടെങ്കിൽ നല്ല ചൂട് കാലത്ത് ഇതാ ഈ റൂം പോലും യൂസ് ആക്കും. ബിക്കോസ് ഇതിലാണ് AC ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ് കാര്യങ്ങൾ അതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതും അങ്ങനെ ഒട്ടും യൂസ് ആക്കാത്തതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ടേബിൾ കാര്യങ്ങൾ അങ്ങനത്തതൊന്നും ഇല്ല. നെക്സ്റ്റ് ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ നമ്മുടെ ബാൽക്കണിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് ഉണ്ട്, അത് വേറെ ലെവലാണ്. പിന്നെ എൻ്റെ ഹോം ടൂർ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാവും നിങ്ങൾക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ കയ്യിലാണല്ലോ ഫോൺ പിടിക്കണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഷേക്ക് ഉണ്ടാവും കേട്ടോ. നമ്മൾ വലിയ സംഭവക്കാരൻ ട്രൈപോഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വലിയ ആൾക്കാരന്മാരി വരുമ്പോൾ നമ്മൾ അത്ര വലിയ യൂട്യൂബേഴ്സൊന്നും ആയിട്ടില്ല. അങ്ങനെ ചെറിയ രീതിക്കുള്ള വീഡിയോ എടുക്കലേ നമുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ മുകളിലത്തെ എന്നെ കൊണ്ട് പറ്റണ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുവിധം ഒപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ താഴോട്ട് പോകാം. അപ്പോൾ ആക്ച്വലി ഞാൻ നേരെ പോണത് കിച്ചണിലോട്ടാണ്. കാരണം അത് മാത്രം പെൻഡിങ് ആണല്ലോ, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ കാണിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോഴും എൻ്റെ നാത്തൂൻ സമ്മതിച്ചില്ല കിച്ചണ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കഴിച്ചിട്ട് സാവധാനം അതെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതാ ചായയൊക്കെ കുടിക്കാൻ നിന്നേ നല്ല പൊറാട്ടയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കുകയും ചെയ്ത്. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കിച്ചണിൻ്റെ ആ ഒരു ഭാഗം കൂടെ എടുത്തത്. ഇത്രയും എടുത്തിട്ട് അത് മാത്രം എടുക്കാണ്ടിരിക്കുമ്പോൾ മോശമല്ലേ. അപ്പോൾ അതും കൂടെ അങ്ങ് കാണിച്ചേക്കാം. ഇതാണ് ഓളുടെ കിച്ചണ് വരുന്നത് കേട്ടോ. മോഡുലാർ കിച്ചൺ പ്രതീക്ഷിച്ച് നിൽക്കണോലാണെങ്കിൽ നിങ്ങൾ മൂഞ്ചി പോയി ഗൈസ്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു കിച്ചണാണ് കേട്ടോ. എനിക്ക് എക്സ്പെഷ്യലി ഈ ഒരു വിൻഡോ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. ഇങ്ങനെ താഴ്ന്ന് നിൽക്കുന്ന വിൻഡോനോട് എനിക്ക് വേറൊരു ഇഷ്ടമാണ്. ഡോറ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ വീടിൻ്റെ ഹോം ടൂർ കാണിക്കാത്തത്. കാരണം നമ്മളുടെ ഇതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ സെറ്റ് ചെയ്താലേ ആ ഒരു ഫൈനൽ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ആ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഈ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് നമ്മുടെ ഹോം ടൂർ പെൻഡിങ് ആയി പോണത്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്തായാലും ചോദിക്കും, എനിക്ക് ഉറപ്പാണ് എന്താണ് നിങ്ങളെ ഹോം ടൂർ കാണിക്കാത്തത് എന്നുള്ളത്. അപ്പോൾ ഞാൻ റീസൺ ഇപ്പോഴേ പറഞ്ഞുതരാം. ഇതാണ് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ കിച്ചണൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇനി പുറത്തത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വർക്ക് ഏരിയ എടുക്കണം എന്ന് കരുതൽ തുടങ്ങിയിട്ട് കൊല്ലം 5 ആയി. പക്ഷേ ഇപ്പോഴും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വന്ന സ്ഥിതിക്ക് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാണ്ടായിന്. ദിസ് ഈസ് മൈ നോക്കും വൺ ആൻഡ് ഓൺലി. അതൊന്നും പറയാൻ പറ്റൂല. ഇതുണ്ടാവൂല്ലേ, ഉണ്ടാവണം വിചാരിച്ച അതിനുണ്ടാവേ. ആ ഓയ് മാരാ എന്താണ് പ്രശ്നം പറയും. ഇത് കൊണ്ടുപോകാം വെള്ളം നമുക്ക്. നെയ്ച്ചോറിൻ്റെ അല്ലാണ് അവിടെ കൊണ്ടുപോയ മരം ഉണ്ടായോ? ആ പൂവന്നെയാണ്. മതി ഉണ്ടാവാൻ വിചാരിച്ച ഒന്ന് മതി.
നെയ്ച്ചോറിൻ്റെ ഇലയായിട്ടും ചപ്പായിട്ടും പപ്പായായിട്ടും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് പൊക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ പോവുകയാണ്. ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി നിങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വിധം എന്നല്ല, അത് മൊത്തത്തിൽ തന്നെ എടുത്തിക്കണം കേട്ടോ. ഏകദേശം ഒരു 5-5:30 ആയി തുടങ്ങി. അന്നേരം ആണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണത്. അപ്പോൾ ഇത് ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഓല റിലേറ്റീവ് തന്നെയാണ്. അതായത് നമ്മുടെ അളിയൻ്റെ ഏട്ടൻ്റെ വീടും അനിയൻ്റെ വീടൊക്കെയാണ്. അപ്പോൾ ഓൽക്കൊക്കെ കുട്ടീനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വന്നത് തന്നെ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ നമ്മളെ വീട്ടിലേക്കും പോവുകയാണ്. ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നമ്മുടെ നാത്തൂൻ്റെ വീടും വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ മറക്കാണ്ട് ലൈക്കും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.